അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പലപ്പോഴും അത്ര ഗൗരവമായി കാണാത്ത, എന്നാൽ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് കണ്ണേർ. ഇത് കേവലം ഒരു അന്ധവിശ്വാസമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണെന്ന് ഇസ്ലാം നമ്മെ ഗൗരവപൂർവ്വം പഠിപ്പിക്കുന്നുണ്ട്. കണ്ണേർ സത്യമാണെന്നും അള്ളാഹുവിന്റെ മുൻനിശ്ചയത്തെ മറികടക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് കണ്ണേറാകുമായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വാധീനം കാരണം ഒരാളുടെ ജീവിതഗതിയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നമ്മെ ഇഷ്ടമില്ലാത്തവരിൽ നിന്നോ അസൂയ ഉള്ളവരിൽ നിന്നോ മാത്രമല്ല, നമ്മെ സ്നേഹിക്കുന്നവരിൽ നിന്നും ചിലപ്പോൾ നമ്മുടെ സ്വന്തം നോട്ടം കൊണ്ടുപോലും കണ്ണേറ് ബാധിച്ചേക്കാം. ഒരു അനുഗ്രഹം കാണുമ്പോൾ അല്ലാഹുമ്മ ബാരിക് എന്ന് പറയാൻ മറന്നുപോകുന്നതാണ് ഇതിന്റെ പ്രധാന കാരണമായി വരുന്നത്. കണ്ണേറ് ബാധിച്ചാൽ ഒരാളിൽ അകാരണമായ ക്ഷീണം, തളർച്ച, മടി, വിശപ്പില്ലായ്മ, മുടികൊഴിച്ചിൽ, ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ തുടങ്ങിയ ഒട്ടനവധി പ്രയാസങ്ങൾ തുടർച്ചയായി ഉണ്ടായേക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ഇതിനേക്കാളൊക്കെ എത്രയോ വലിയതാണ്. കണ്ണേറിൽ നിന്നും സംരക്ഷണം ലഭിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നാം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അതിനായി സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ രാവിലെയും വൈകുന്നേരവും പതിവായി ഓതുകയും പ്രാർത്ഥനകളും ദിക്റുകളും മുടങ്ങാതെ നിർവഹിക്കുകയും വേണം. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നേട്ടങ്ങളും ഓൺലൈൻ വഴിയും മറ്റും അമിതമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ്. ഇത്തരം പ്രദർശനങ്ങൾ കണ്ണേറ് ഏൽക്കാൻ വലിയ കാരണമാകുന്നുണ്ട്. അല്ലാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുകയും പ്രാർത്ഥനകളിലൂടെയും ദിക്റുകളിലൂടെയും അവന്റെ സംരക്ഷണം തേടുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല